ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയും പോയി കഴിയുമ്പോഴേക്കും ദേവയാനി തിരിച്ച് വീട്ടിൽ വരുവാണ് കേട്ടോ. വീട്ടിൽ വരുമ്പോഴത്തേക്കും അനാമിക അങ്ങ് എഴുന്നേറ്റ് വരുവാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോൾ ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഉറങ്ങി വല്യമ്മേ, അത്ര ഉറക്കമൊന്നും ശരിയായില്ല. എന്ത് പറയാനാ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ പരിഭവവും പരാതിയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണ്, ഇനി ആദർശേട്ടൻ വല്യമ്മ പറയുന്ന ഒട്ടും കേൾക്കില്ല. ഈ യാത്രയും കൂടെ പോയി കഴിയുമ്പോൾ വല്യമ്മയുടെ മരുമോൾ പൂർണ്ണമായിട്ടും ആദർശേട്ടനെ വലയിലാക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനി ഒന്നും അറിയാത്ത പോലെ, അതൊക്കെ എനിക്കറിയാം മോളെ, പക്ഷേ എൻ്റെ മകൻ്റെ സന്തോഷം നോക്കാതിരിക്കാൻ പറ്റുമല്ലോ. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായിട്ടിരിക്കുക, എല്ലാ കാര്യത്തിലും അവരോട് തർക്കിക്കാൻ പറ്റുമല്ലോ. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എന്നല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ എൻ്റെ മരുമോളെ പറ്റി ശരിക്കും അറിയാം എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ. ദേഷ്യമൊക്കെ അടക്കി പിടിച്ച് അനാമിക ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് ആദർശം നയനയും കൂടെ യാത്ര പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചൊക്കെയാണ് പോകുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ദേവയാനി വിളിക്കുവാണ് കേട്ടോ. ദേവയാനി വിളിക്കാൻ നേരത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, ഇപ്പം അമ്മയെക്കുറിച്ച് ഓർത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, സൂക്ഷിച്ചൊക്കെ പോകണം, റോഡൊക്കെ ശ്രദ്ധിച്ച് നോക്കി പോകണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഒരു നേർച്ച നടത്തണമെന്ന് ഇപ്പം നയന പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ആരോടും ഇഷ്ടം തുറന്ന് സമ്മതിക്കാൻ കഴിയുമല്ലാത്തതുകൊണ്ട് ദേവയാനി പറയാം, അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടി വേണ്ട, അവൾക്ക് വേണ്ടി തന്നെ കഴിച്ചോളാൻ പറ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശ്രദ്ധിച്ച് പോയിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ദേവയാനി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശ് നയനോട് പറയുകയും ചെയ്യും കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഇപ്പം അത് തന്നെ പറഞ്ഞേ, അതിനു വേണ്ടി മാത്രമേ യാത്ര സമ്മതിച്ചെന്നുള്ള രീതിയിലാണ് അമ്മയെ സംസാരിച്ചെന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശേൻ്റെ കുഞ്ഞിനെ പറ്റിയായിരിക്കും, എൻ്റെയും കൂടെ ആകുമ്പോൾ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്നറിയില്ല. അത് കഴിയുമ്പോൾ ദേവയാനി നിന്ന് പ്രാർത്ഥിക്കുവാണ് കേട്ടോ രണ്ടുപേർക്കും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന മുത്തശ്ശീനെയാണ്. മുത്തശ്ശി അബീനെയും ജാനകീനെയും താഴോട്ട് വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി നവ്യയുടെ 5 മാസത്തെ ചടങ്ങുകൾ നടത്തണ്ടേന്ന് ചോദിച്ച് ആകെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോഴേക്കും അബിയും ജാനകിയും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി 7 മാസം വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. മുത്തശ്ശി പറയുകയാണ്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ആവശ്യമില്ലയെന്ന്, അദ്ദേഹത്തിന് പ്രായമായി വരുക, അദ്ദേഹത്തിന് വിഷമിപ്പിക്കാൻ പറ്റില്ല, അദ്ദേഹം പറഞ്ഞ് ഇതെന്തായാലും നടത്തണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. ദേവയാനി ഇത് അനുകൂലിച്ച് തന്നെയാണ് പറയുന്നത്. ദേവയാനി പറയുന്നുണ്ട്, അത് തന്നെ എൻ്റെ അഭിപ്രായം, പ്രായമായി വരുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ടേ, ഞാനിപ്പോൾ അത്രയൊക്കെ ജീവിതത്തിൽ നോക്കുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല, ചടങ്ങൊക്കെ നടത്തണം, ഈ വീട്ടിൽ ആദ്യമായിട്ട് ജനിക്കുന്ന അനന്തരാവകാശിയാണ് എന്നൊക്കെ പറയുക കേട്ടോ. അവസാനം അബിയും ജലജയും ഒരു നിർവാഹവും ഇല്ലാതെ സമ്മതിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഗോവിന്ദനെയൊക്കെ വിളിച്ച് എന്താണെന്ന് വെച്ചാൽ പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പറഞ്ഞോളാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അബിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിയുമ്പോഴേക്കും കനകയും ഗോവിന്ദനൊക്കെ പറയുന്നുണ്ട്, ചടങ്ങുകൾക്കൊക്കെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട പോലെ നോക്കി കണ്ടു ഉണ്ടാക്കിക്കൊണ്ട് പോകണം, നയനമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി, നവ്യമോളുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, എങ്കിലും സാരമില്ല, എല്ലാം ശരിയാവട്ടെ, അവനൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ എല്ലാവരും പരസ്പരം പറയും കേട്ടോ. അപ്പോഴും നന്ദു പറയുന്നുണ്ട്, ഇതുപോലത്തെ ചടങ്ങിന് അമ്മായിയമ്മ അത് ശരിക്കും നമ്മളെ വിളിച്ച് പറയേണ്ടത്, എന്തേലും ആകട്ടെ, നവ്യേച്ചിയുടെ അന്നത്തെ ഓരോരോ എടുത്തിയാട്ടം കൊണ്ടല്ലേ എന്നൊക്കെ ചെറുതായിട്ട് നന്ദു കുറ്റപ്പെടുത്തിയും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശനെ നയനയാണ്. ഒരു ഹണിമൂണൊക്കെ ആഘോഷിക്കുവാണ് കേട്ടോ. ആഘോഷങ്ങൾക്കിടയിൽ ആദർശ് പറയുന്നുണ്ട്, പണ്ട് നീ അടുത്ത് വരുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ നിന്നെ ഒരുപാട് മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട്, ഞാൻ ആദർശേട്ടനെ അന്നേ മനസ്സിലാക്കിയായിരുന്നു, എന്തായാലും ഇപ്പൊ കൂടുതൽ മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശം നയനും കെട്ടിപ്പിടിച്ച് മുറി കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ കാണിക്കുന്ന ദേവയാനിയെ കേട്ടോ. ദേവയാനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിച്ചിരിക്കുവാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കാണിക്കുന്നത് നയന വാഷ്റൂമിലേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഛർദ്ദിക്കുമ്പോഴത്തേക്കും ദേവയാനി പുറകെ ചെല്ലുവാണ്. എന്താ പറ്റി? ഈ വിശേഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും നാൾ കാത്തിരുന്നത്, എന്തായാലും ആദർശ് വരുമ്പോൾ ആദർശിനെയും കൂട്ടി ഡോക്ടറെ ഒന്ന് പോയി കാണുക എന്ന് പറയും കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഡോക്ടറെ കണ്ടാലും മാറ്റമൊന്നും വരില്ല, ഈ കുടുംബത്തിലെ അനന്തരാവകാശിയാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷം നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.